നമ്മുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞ് വന്നാലും ഇല്ലെങ്കിലും നമ്മുടെ സ്നേഹബന്ധത്തിന് ഒന്നും പറ്റരുതെന്ന എൻ്റെ ആഗ്രഹം. ഈശ്വരൻ തോന്നുമ്പോൾ നമുക്ക് തരട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. സച്ചേട്ടൻ എന്നും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ഇനി സച്ചേട്ടൻ ചോദിച്ച ചോദ്യം തിരിച്ച് ഞാൻ ചോദിച്ചാ സച്ചേട്ടൻ എന്തുത്തരം പറയും? എനിക്ക് കുട്ടിയില്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ കുട്ടി താനല്ലേ. എനിക്കിത് മതി. ഇനി അഥവാ അങ്ങനൊരു വിധി ഈശ്വരൻ തന്നില്ലെങ്കിൽ പോലും താൻ എന്നെ ഒരിക്കലും വിട്ടുപോകാതിരുന്നാ മതി. അർച്ചനയുടെ മരണത്തോടെ അല്ലാതെ സച്ചേട്ടനെ വിട്ട് അർച്ചന ഒരിടത്തേക്കും പോകില്ല. കൂട്ടിന് സർ, ധനുഷ് ഇതുവരെ റെഡിയായില്ലേ? അത് പിന്നെ ഓഫീസിൽ വരുന്നില്ലേ ഇന്ന്? അത് സാറേ, വയറിന് നല്ല സുഖമില്ല. എന്തു പറ്റി? എന്താണെന്നറിയില്ല സാറേ. മണിക്കൂറിൽ 2 തവണ വെച്ച് ബാത്റൂമിലാണ് ഞാൻ. എനിക്ക് ഇന്നുകൂടി ലീവ് വേണം. ധനുഷ് ലീവൊക്കെ എടുത്തോ. 1-2 ദിവസം കഴിഞ്ഞ് ഓഫീസിൽ വന്നാൽ മതി. ഇവിടെ ഇരുന്ന് തൽക്കാലം ജോലിയൊന്നും ചെയ്യണ്ട. ഓവർ സ്ട്രെയിൻ എടുത്താൽ ചിലപ്പോൾ ടയേർഡാവും. വെറുതെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ സാർ. തീരെ വയ്യാത്തോണ്ടാ. അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ വന്നേനെ. എടോ, നല്ല വിശ്രമവും നല്ല ഉറക്കവും ഇതൊക്കെയാണ് നല്ലൊരു ആരോഗ്യവാനായ മനുഷ്യന്റെ ലക്ഷണം. താൻ ഫിസിക്കൽ ട്രെയിനറൊക്കെ അല്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ധനുഷ് നല്ലതുപോലെ പോയി വിശ്രമിക്കുക. അസുഖം പൂർണ്ണമായും ഭേദപ്പെട്ടിട്ട് മതി ഓഫീസിലേക്ക് വരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാൻ മാത്രം എന്ത് പറ്റി ധനുഷിന്? ഫുഡിൽ എന്തോ പറ്റിയതാ. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്നല്ലേ ധനുഷ് ഫുഡ് കഴിക്കുന്നത്? അതെ, പിന്നെ ഇടയ്ക്കൊരു ദിവസം ഹോട്ടലിൽ നിന്ന് കഴിച്ചിരുന്നു. അതിൽ നിന്ന് ഫുഡ് പോയിസൺ ആയതായിരിക്കും. ധനുഷിന് പുറത്തുനിന്നൊന്നും കഴിക്കണ്ട, ഇവിടുന്ന് കഴിച്ചാൽ മതി. അപ്പൊ ഇനി ഫുഡ് പോയിസൺ ഒന്നും വരില്ലല്ലോ. വർത്താനം പറഞ്ഞു വന്നാൽ നിങ്ങൾ ഇനി താമസിപ്പിക്കണ്ട. നിങ്ങൾ ചെല്ല്, ധനുഷ് റെസ്റ്റ് എടുക്കട്ടെ. ആ അതെ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ധനുഷ് പോയി നല്ലതുപോലെ റെസ്റ്റ് എടുത്തോ. നമുക്ക് ഇറങ്ങിയാലോ ഏട്ടാ? എന്നാ ശരി, ഞാൻ വിളിക്കാം. ഓക്കെ, ശരി സാർ. മാഡം, മാഡം എനിക്കിട്ട് പണി തന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. എന്നെ ബോധിക്കാത്തത് കൊണ്ട് മാഡം തന്ന പണിയാണോ ഇത്? എങ്കിൽ ഇനിയും ആവാട്ടോ. ഒരു വയറിളക്കം വന്നിട്ട് താങ്ങാത്ത ആളിന് ഇനി ഞാൻ എന്ത് പണി തരാന്? ഇനി ഇതിന്റെ മേൽ എന്റെ ഒരു പണിയും കൂടി താൻ താങ്ങില്ല. വയ്യാത്ത ആളല്ലേ, ചെല്ലു, ചെന്ന് നല്ലോണം റെസ്റ്റ് എടുക്ക.
ഓ സോറി, ഇത് സ്നേഹയുടെ റൂമായിരുന്നു അല്ലേ? സോറി കേട്ടോ, എനിക്ക് റൂം മാറിപ്പോയി. റൂം മാറിപ്പോയോ? ആ, അപ്പൊ ആരുടെ റൂമെന്ന് കരുതി കേറി വന്നു? ആ, ആ, അല്ല അത് പിന്നെ നിന്ന് പരിങ്ങണ്ട, എനിക്കറിയാം എന്നെ കാണാൻ വേണ്ടി മനപ്പൂർവ്വം ഇവിടേക്ക് വന്നതെന്ന്. അത് പിന്നെ രാവിലെ എത്ര നേരമായിട്ടും കാണാത്തത് കൊണ്ട്. ഓ, അങ്ങനെ എന്നെ അന്വേഷിച്ച് വന്നതല്ലേ? ഞാൻ രാവിലെ കുറച്ച് തിരക്കായിപ്പോയി. ആഹാ, ഈ നെയിൽ പോളിഷ് കൊള്ളാലോ. ഇത് കുറച്ച് നേരത്തെ ഇട്ടതാ, ഉണങ്ങിയിട്ടില്ല. ആ ആണോ? എന്നെ ശരിക്കും ഇഷ്ടമാണോ? തനിക്കെന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് ഇഷ്ടമാണെന്നാ. അപ്പോ ആ തോന്നൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ ശരിക്കും ഇഷ്ടമാണല്ലേ? ഇത്രയൊക്കെ ആയിട്ടും തനിക്കത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്ത് പറയാനാ? എന്താ എന്റെ ഇഷ്ടം ഫീൽ ചെയ്യുന്നില്ലേ തനിക്ക്? അതുണ്ട്. അത് തന്നെയാണ് താൻ ചോദിച്ചതിന്റെ ഉത്തരം. ഡാ, തന്നോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ, ഈ വീട്ടിലെ ആരുടെയും ബെഡ്റൂമിലേക്ക് കയറി ചെല്ലരുതെന്ന്. പറഞ്ഞാ മനസ്സിലാവാത്ത കാര്യം എങ്ങനെ മനസ്സിലാക്കി തരണമെന്ന് എനിക്കറിയാം. ഇനി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ വരുന്നവര് ഏത് തരക്കാരാണെന്ന് നോക്കിയും കണ്ടു വേണം അവരോട് പെരുമാറാനെന്ന്. നിന്റെ അനുവാദം ഇല്ലാതെ ഇയാൾ ഈ മുറിക്കകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കൊടുത്തില്ലേ, അതുപോലൊരു അടിയും കൊടുത്ത് ഇറക്കി വിടണമായിരുന്നു. നീ അത് ചെയ്തില്ല. അതിനർത്ഥം ഇയാൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിൽ നിനക്കൊരു കുഴപ്പമില്ലാന്ന്. അതുപോലൊരു അടി നിനക്കും തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. സ്വന്തം അനിയത്തെ പോലെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടും നീ അനുസരിക്കാതിരിക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അനിയത്തിയുടെ മനസ്സിൽ ഈ ഏട്ടത്തിക്ക് എന്തുമാത്രം സ്ഥാനമാണ് ഉള്ളതെന്ന്. അങ്ങനെയുള്ള നിന്നെ കൈവയ്ക്കുന്ന എനിക്ക് കുറച്ചില്ല. ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവനവന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതേ ചെയ്യാനും പറയാനും പാടുള്ളൂ. ഇനി ഇതുപോലുള്ള സന്ദർഭത്തിൽ നിന്നെയും ഇയാളെയും ഞാൻ കണ്ട എന്റെ ഒരു അടിയിലത് അവസാനിച്ചൊന്നും വരില്ല. പ്രതികരിക്കുന്നതേ ഈ വീട്ടിലെ ആണുങ്ങളായിരിക്കും.
അവന്തികെ, അവന്തികെ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനിപ്പോ കണ്ട കാര്യമാണോ തെറ്റിദ്ധാരണ എന്ന് നീ പറയുന്നത്? നീ എന്ത് കണ്ടുവെന്ന്? ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതോ? എന്നാ അതെല്ലാം ഉം. ഇങ്ങനെയാണോ എന്റെ ലക്ഷ്യത്തിലെത്താൻ നീ എന്നെ സഹായിക്കുന്നത്? ഇവിടെ വന്ന് കയറിയപ്പോ മുതല് നീ അതൊക്കെ മറന്നു. ഇതിനൊക്കെ എന്നെ പറഞ്ഞാ മതിയല്ലോ. അവന്തികെ, ഞാൻ പറയുന്നത് ആദ്യം നീ ഒന്ന് കേൾക്ക്. എന്റെ നിന്റെ ലക്ഷ്യം എന്തായിരുന്നോ അതിലേക്ക് തന്നെയാണ് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. നീ പറയുന്ന ലക്ഷ്യം എന്താ? എന്റെ ലക്ഷ്യം ഇവിടെ ഉള്ളവരെല്ലാം കൊന്നു കളഞ്ഞിട്ട് സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കി ഈ രാജ്യം വിടുക എന്നുള്ളതാ. അല്ലാതെ പെണ്ണുങ്ങളുടെ പുറകെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല. നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അതാ. അപ്പോ എന്റെ നിന്റെ ലക്ഷ്യം ഒന്നാണെന്നുള്ളത് ഇനി പറയണ്ട. നിനക്കാ സ്നേഹ എന്ന് പറയുന്നവളെ ആവശ്യം. എനിക്ക് ഈ വീട്ടിൽ ആരെ ആവശ്യമില്ല. ഇതൊക്കെ കണ്ടിട്ടും മനസ്സിലാവാതിരിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. ഓരോന്ന് കാണുമ്പോ എനിക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. നിന്റെ കുഞ്ഞിനെ പെറ്റു പോറ്റാനിരുന്നവളാ ഞാൻ. നിന്നോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവള്. ആ എന്നെ മറന്നാ ഇപ്പൊ നിന്റെ ഓരോ പ്രവൃത്തികളും. നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നിന്ന് ഞാൻ ഇതുവരെ കരകയറിയിട്ടില്ല. അങ്ങനെയുള്ള എനിക്ക് നീ ഇവിടെ നിൽക്കുന്നത് വലിയ ആശ്വാസം കിട്ടുന്ന കാര്യ. അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ നിനക്ക് മനസ്സിലാവാൻ? നിന്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ആണ്. അതെനിക്ക് മനസ്സിലാവും. മനസ്സിലാവില്ല. അങ്ങനെ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവുമായിരുന്നെങ്കിൽ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. ഞാനും സ്നേഹയും തമ്മിലുള്ള ബന്ധമാണ് ഈ കുടുംബത്തിന്റെ നാശത്തിന്റെ തുടക്കം. ഞാൻ ഒരു നല്ലവനാണെന്നും ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നും എന്റെ ജീവിതത്തിലേക്ക് ഞാൻ അവളെ കൊണ്ടുവരുമെന്നും അവൾ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം വളർത്തി വലുതാക്കി അവള് വഴി മറ്റുള്ളവരെ തമ്മിലടിപ്പിക്കണം. അതൊക്കെയാണ് എന്റെ മനസ്സിലുള്ള ഉദ്ദേശം. ആ ഉദ്ദേശം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് നീ എന്നെ സംശയിച്ച് ഓരോന്നും പറഞ്ഞ് എന്റെ ശ്രദ്ധ മാറും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും വരും. എന്റെ മനസ്സിൽ ഞാൻ ആർക്കെങ്കിലും ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവന്തിക എന്ന് പറയുന്ന നിനക്കാണ്. നീയല്ലാതെ മറ്റൊരാളും എന്റെ ജീവിതത്തിലോട്ട് വരില്ല. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. പിന്നെ കുഞ്ഞു പോയ കാര്യം, എനിക്കതിൽ വിഷമമില്ലെന്നാണ് നീ കരുതിയിരിക്കുന്നത്. വിഷമമുണ്ടെന്ന് പറഞ്ഞ് അതും ആലോചിച്ച് തകർന്നിരിക്കുന്ന ഒരാളല്ല ധനുഷ്. എനിക്കറിയാം നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്. അതോർത്ത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നമുക്ക്. അതിനിടയ്ക്ക് സ്നേഹ, പ്രേമം എന്നൊക്കെയുള്ള സില്ലി കാര്യങ്ങൾ കൊണ്ടിടരുത്. ധനുഷിന് ഒരു പെണ്ണേ ഉള്ളൂ, അന്നും ഇന്നും എന്നും. അവളുടെ പേര് അവന്തിക എന്നാ. നിന്നെ മറന്ന് ഞാൻ ഒരിക്കലും മറ്റൊരു ബന്ധത്തിന് പോവില്ല. അവന്തിക മറന്നു ഞാൻ പറഞ്ഞ അതിനർത്ഥം ധനുഷ് മരിച്ചുപോയിന്നാ. ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്റെ ഹൃദയത്തിൽ തട്ടി തന്നെയാ. നിനക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതൊക്കെ നിന്റെ ഇഷ്ടം. സ്നേഹിച്ചില്ലെങ്കിലും അവിശ്വസിക്കരുത് എന്നെ. നീ എപ്പോ പറഞ്ഞാലും ഇറങ്ങിപ്പോവേണ്ടവനാ ഞാൻ. വന്നത് നേടിയെടുത്തിട്ട് പോകാനായാൽ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാം. നീ ആലോചിക്ക് എന്തു വേണമെന്ന്.
നന്ദ, എനിക്ക് സന്ധ്യ ഒന്ന് നേരിട്ട് കാണണം. ഹലോ സന്ധ്യ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് നന്ദ. ഞാൻ സന്ധ്യയെ കാണാൻ വേണ്ടി ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാ. സന്ധ്യ ഹോസ്പിറ്റലിലുണ്ടോ? സന്ധ്യ എന്താണൊന്നും മിണ്ടാത്തത്? ഞാൻ ഹോസ്പിറ്റലിൽ ഇല്ല നന്ദ. എന്തായിരുന്നു കാര്യം? സന്ധ്യക്കിനോട് എന്തോ ഒരു അകൽച്ച ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ തോന്നൽ മാത്രമാണെന്ന് അറിയാനാണ് നേരിൽ കാണണമെന്ന് പറഞ്ഞത്. ഇല്ല നന്ദ, പഴയതുപോലെ ഞാനൊന്നും ചിന്തിക്കുന്നില്ല. എന്റെ മനസ്സിലിപ്പോ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്റെ എക്കയെ കൊന്നവരെ കണ്ടെത്തി അവർക്ക് മരണശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഇതല്ലാതെ ഈ ജന്മം എനിക്ക് മറ്റു ലക്ഷ്യങ്ങളൊന്നും തന്നെയില്ല. ഇത് മാത്രമാണ് എന്റെ ജീവിത ലക്ഷ്യം. ആര് മറന്നാലും വിട്ടുകളഞ്ഞാലും എനിക്ക് പറ്റില്ലല്ലോ. നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമല്ലേ. സന്ധ്യക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ട്. അബ്ദുൽ ഖാദറിനെ കൊന്നവരെ കണ്ടുപിടിക്കാൻ സന്ധ്യ ഒറ്റയ്ക്കല്ല എന്ന്. ഇനി വൈകത്തില്ല സന്ധ്യ. ഞാൻ ശ്രമിക്കുന്നുണ്ട് നന്ദ. എന്റെ ശ്രമം വിഫലമാവില്ല. കൊലയാളികളെ ഞാൻ കണ്ടെത്തും. അവരെ ശിക്ഷിക്കുകയും ചെയ്യും. ഞാൻ നന്ദനെ സമയം പോലെ വിളിച്ചോളാം. അനുവേ പറ. നന്ദ, ഒരു പ്രശ്നമുണ്ട്. എന്തു പറ്റി അനുവേ? നമ്മൾ കൊടുത്ത കൊട്ടേഷൻ തള്ളി നന്ദ. അതെങ്ങനെ സംഭവിച്ചു? അപ്പൊ കൺസീൽഡ് ടെൻഡർ? നന്ദൻ കൊടുത്തിരുന്ന കൺസീൽഡ് ടെൻഡറുമായി അപ്രൂവൽ കിട്ടിയ കമ്പനി വളരെ നേരിയ വ്യത്യാസത്തിലാണ് കോട്ട് ചെയ്തത്. നന്ദ, ഇതൊരു ചെറിയ പിഴവ് സംഭവിച്ചായിട്ട് വിട്ടുകളയാൻ പറ്റില്ലാത്തതാണ്. അന്വേഷിക്കണം, കാര്യമായിട്ട് അന്വേഷിക്കണം. ആ, ഞാൻ അന്വേഷിക്കാം. സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചല്ലോ ദൈവമേ. അച്ഛനെ ഞാനെങ്ങനെ ഫേസ് ചെയ്യും? എൻ്റെ പേഴ്സണൽ പ്രശ്നങ്ങൾ കമ്പനിയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ പോയാൽ അച്ഛൻ ഉണ്ടാക്കിയെടുത്തത് ഞാൻ നശിപ്പിക്കുന്നത് പോലെയാവും. ധനുഷ്,